എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു പ്രിൻസസ് ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ 1 മീറ്റർ തുണിയാണുള്ളത്. വീതി 35 ഇഞ്ചാണുള്ളത്. അപ്പോൾ ആദ്യം ഇതേപോലെ ഒന്ന് മടക്കി ഇടുക. എന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. ഇവിടെ ആദ്യം ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് ഇടാം. അതിനുശേഷം അതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം 13 ഇഞ്ച്. മുകളിലും ഇതേപോലെ തയ്യത്തുമ്പ് ഇടാം. ഇനി ഇതിൻ്റെ ഷോൾഡർ 14 ഇഞ്ചാണ്. അപ്പോൾ അത് ബോഡിയിൽ നിന്ന് എടുത്ത അളവാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ച് തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കഴുത്ത് വരഞ്ഞിട്ട് ഇത് കുറച്ചെടുക്കാം. കഴുത്ത് വന്നിട്ട് 8 ഇഞ്ചാണ് ബാക്ക് കഴുത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 7.25 ഇഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് അടിച്ച് വരുമ്പോൾ നമുക്ക് 8 ഇഞ്ച് തന്നെ കിട്ടും. 8 ഇഞ്ച് കഴുത്ത് വരുമ്പോൾ നമുക്ക് 1 ഇഞ്ച് കഴുത്തിറക്കത്തിന് 1/4 ഇഞ്ച് വെച്ചിട്ട് കുറയ്ക്കണം ഷോൾഡറിൽ നിന്ന്. അത് നമുക്ക് ആകെയുള്ള ഷോൾഡറിൽ നിന്ന് 1/4 ഇഞ്ച് വെച്ച് കുറയ്ക്കണം. 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ 1 ഇഞ്ചിന് 1/4 ഇഞ്ച് ആകുമ്പോൾ 8 ഇഞ്ചിന് ആകെ 2 ഇഞ്ച് വരും. ഈ 2 ഇഞ്ച് ഇവിടെ നിന്ന് കുറയ്ക്കാം. പിന്നെ നമുക്കുള്ളത് 5 ഇഞ്ചാണ്. 5 ഇഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ വേണ്ടത്. കഴുത്തിറക്കം കൂടുന്നതനുസരിച്ചാണ് ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഇറക്കം 5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 32 ആണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 8 ഇഞ്ച് വരും. നമുക്കൊരു 1/2 ഇഞ്ച് ലൂസിന് കൊടുക്കാം. 8.5 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. വേസ്റ്റ് അതേപോലെ 27 ഇഞ്ചാണ്. 6.25 ഇഞ്ച് അതിൻ്റെ 4 ഭാഗം വരും. നമുക്ക് 1 ഇഞ്ച് ബാക്കിൽ ടക്കിന് കൊടുക്കാം. 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ആം ഹോൾ ഒന്ന് അളന്ന് നോക്കാം. നമ്മളിതിൻ്റെ ബോഡിയിൽ നിന്ന് അളവെടുത്തത് ആം ഹോൾ 14 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് അത് കൂടെ ഒരു 1/2 ഇഞ്ച് ലൂസ് ചേർക്കാം. 14.5. അപ്പോൾ നമുക്ക് അതിൻ്റെ പകുതി 7.25 ഇഞ്ചാണ് വേണ്ടത്. ഇതിൽ 7.5 ഇഞ്ച് വരുന്നുണ്ട്. നമുക്ക് ഏതായാലും ഒരു 1/4 ഇഞ്ച് നമുക്ക് ഇതിൻ്റെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരും. ഇവിടെ നെക്കിൻ്റെ വീതി 2.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ അതേപോലെ 2.5 ഇഞ്ച് കൊടുക്കാം. അതിനുശേഷം കഴുത്ത് വരച്ചെടുക്കാം. ഇനി ബാക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് വന്നിട്ട് ഫ്രണ്ട് ഓപ്പൺ ആണ്. അപ്പോൾ പട്ടിക്ക് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിനൊപ്പമാണ് ഈ ബാക്ക് വയ്ക്കേണ്ടത്. ഇനി ഇതേപോലെ വരച്ചെടുക്കുക. ഇവിടെ നമുക്ക് പ്രിൻസസ് കട്ട് വരുമ്പോൾ ഇത് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇത് മാറ്റി വയ്ക്കാം. ഫ്രണ്ട് നെക്ക് 5.5 ഇഞ്ചാണ്. നമുക്കൊരു 5.25 മാർക്ക് ചെയ്താൽ മതി. കഴുത്ത് ഫ്രണ്ടിലും 2.5 ഇഞ്ച് തന്നെ വേണം. ഞാൻ വരച്ചപ്പോൾ അല്പം കുറഞ്ഞു പോയി.
ഇതേപോലെ കഴുത്ത് വരഞ്ഞെടുക്കുക. ഇനി ഇതിൻ്റെ ബെസ്റ്റ് പോയിന്റ് വന്നിട്ട് 8 ഇഞ്ചാണ്. അതിവിടെ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഇവിടെ ഫ്രണ്ട് പട്ടി കഴിഞ്ഞിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതിൽ ഇറക്കം നമുക്ക് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യണം. അതായത് ബാക്ക് വന്നിട്ട് 13 ഇഞ്ചിന് നമ്മൾ ആകെ 14 ഇഞ്ചാണ് ഇട്ടത്. ഇവിടെ 14.5 ഇഞ്ച് ഇടുക. അതൊന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ 3.5 ഇഞ്ചാണ് ഇട്ടത്. ഇങ്ങോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരയ്ക്കുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് വേസ്റ്റ് വേണ്ടത് 27 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 6.25 ഇഞ്ച് വരും. അതൊന്നും ഇവിടെ മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. അപ്പോൾ അതുകൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്യുക 1.5 ഇഞ്ച്. പിന്നെ ഈ 2 സൈഡും നമുക്ക് ജോയിൻറ്റ് ചെയ്യുമ്പോൾ തയ്യത്തുമ്പ് വേണം. അതിന് 2 സൈഡിലേക്കും കൂടെ ഒരു 3/4 ഇഞ്ച് തയ്യത്തുമ്പ് ഇടുക. അതായത് ഒരു 4 ഇഞ്ചും ഒരു പോയിൻറ്റുമാണ് നമ്മൾ ഒരു സൈഡിലേക്ക് തയ്യത്തുമ്പ് എടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് സൈഡിലേക്കുള്ള തയ്യത്തുമ്പ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ അതുപോലെ 3/4 ഇഞ്ച് തയ്യത്തുമ്പ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് ഈ 2 സൈഡിലേക്കുള്ളത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് അളന്ന് നോക്കുക. 5.5 ഇഞ്ച് ഒരു പോയിൻറ്റും വരുന്നുണ്ട്. ഇനി ഈ ബെൻഡുള്ള ഭാഗം ഒന്ന് അളന്ന് നോക്കുക. പോയിന്റ് ഇവിടെയാണ് വരുന്നത്. ഇനി അതുപോലെ ബാക്ക് എടുക്കുക. ബാക്ക് എടുത്തിട്ട് ഇതിനോടൊപ്പം വയ്ക്കുക. എന്നിട്ട് ഇതിനൊപ്പം ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഈ മാർക്കിലേക്ക് ക്രോസിൽ വരയ്ക്കുക. ഇനി ഈ ഭാഗത്തും അതേപോലെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കൈ അല്പം മേലെ കയറ്റി കട്ട് ചെയ്യുക. അതിനുശേഷം ഈ മാർക്കിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. അല്ല, ഇവിടെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതിനൊപ്പം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെയുള്ള ഈ 1/2 ഇഞ്ച് ഇവിടെ എങ്ങനെ തന്നെ നിർത്തുക. അപ്പോഴാണ് നമുക്കിത് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ സെൻറ്റർ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം നമുക്ക് ഈ ഫ്രണ്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഇതേപോലെ തിരിച്ച് വയ്ക്കുക. ഇതിങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഈ അടിവശത്ത് നിന്ന് ജോയിൻ ചെയ്ത് വരാം. ഇവിടെ ഈ 2 സെൻറ്ററും കറക്റ്റ് ആയിരിക്കണം. ഇനി ഇതേപോലെ ഈ സൈഡും ജോയിൻ ചെയ്യാം.
ഇനി നമുക്കിതിൻ്റെ ബോട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു 3 ഇഞ്ച് വീതിയിലൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ മേൽത്തൈലിട്ടെടുക്കുക. എന്നിട്ട് ഇത് തിരിച്ച് വെച്ചിട്ട് ഒരു തയ്യലിടാം. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പട്ടി തയ്ച്ചെടുക്കാം. ഫ്രണ്ട് പട്ടിക്ക് ഇതേപോലെ ഒരു 2.5 ഇഞ്ച് വീതിയിൽ തുണിയെടുക്കാം. ഇത് കരപ്പീസാണ്, അതുകൊണ്ടാണ് 2.5 ഇഞ്ച്, അല്ലെങ്കിൽ വലിപ്പം കൂടെ കൂടുതലെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ഇനി ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഈ ഭാഗം അടിയിലേക്ക് മടക്കി കൊടുക്കുക. ഇവിടെ ഒരല്പം തയ്യത്തുമ്പ് കണ്ടാൽ മതി. ഇനി ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒരു തയ്യലിടാം. അതിനോടൊപ്പം ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു തയ്യലും കൂടി ഇടാം. ഇനി ഈ സൈഡിൽ നമുക്ക് ഹുക്ക് വയ്ക്കാനുള്ള പടി തയ്ക്കാം. ഇതൊരു 2 ഇഞ്ച് വീതി ആകെ വെച്ചാൽ മതി. അപ്പോൾ ഇനി ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ബ്ലൗസ് തയ്ക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.